വലിയ ബിരുദങ്ങളും ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളായാൽ ആ മനുഷ്യന് സംസ്കാരം ഉണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് ഇന്നത്തെ സാഹചര്യ ചുറ്റുപാടുകൾ നമ്മോട് പറയുന്നത്. കാരണം വിദ്യാഭ്യാസം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെ അളക്കാനുള്ള മാനദണ്ഡം അല്ല എന്നാണ് ഇന്നത്തെ സിറ്റുവേഷനുകളും ഇന്നത്തെ സാഹചര്യങ്ങളും തെളിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവാണ് ആ മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിലുള്ള ഇന്നത്തെ കണ്ടെത്തലുകൾ. ഇന്ന് ഏറെ പ്രസക്തമായ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കുടുംബങ്ങളെ തകർത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ സാങ്കേതിക വളർച്ചയും ഡിജിറ്റൽ പേയ്മെൻറ്റുകളൊക്കെ ഒരുപാട് കുടുംബങ്ങളെ തകർത്തത്. നമ്മൾ സാധാരണ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ, അതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ചെറുകിട കച്ചവടങ്ങൾ, അത്തരത്തിലുള്ള നമ്മൾ സാധന സാമഗ്രികൾ വാങ്ങുന്ന കടകൾ, മൊബൈൽ ഷോപ്പുകൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ നിത്യ ഉപയോഗ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരുപാട് കോളേജ് കുട്ടികളെയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥരെയും യുവാക്കളെയൊക്കെ വഴി തെറ്റിക്കുന്നു. ഇവിടെയെല്ലാം വലിയ ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഇന്നത്തെ തലമുറ പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കാലഘട്ടത്തിൽ ശിഥിലമായി പോയത്. നമ്മുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമുക്കുള്ള എല്ലാ സംവിധാനങ്ങളും വലിയ രീതിയിൽ ഉയരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അപകട കുഴികൾ നമ്മൾ തിരിച്ചറിയാറില്ല. ഇതിന് പലപ്പോഴും ഇതിൽ വീണു പോകുന്നത് കോളേജ് കുട്ടികളും അതുപോലെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ് തലത്തിലും വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരൊക്കെയാണ് ഇത്തരം കെണികളിൽ പെട്ടുപോകാറ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ അവിഹിതവും അതേസമയം ലഹരിക്കടത്തും എല്ലാത്തിനും പിറകിലും ഇത്തരം കെണികൾ തന്നെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സുകളിലും ഓട്ടോ തൊഴിലാളികളൊക്കെ അവർക്ക് പലപ്പോഴും നമ്മുടെ ഉമ്മ പെങ്ങന്മാരൊക്കെ അവർ നമ്പർ കൈമാറേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടാറുണ്ട്. കാരണം ഇന്നത്തെ ഡിജിറ്റൽ ഇടപാടിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അവിടെയൊക്കെ പിന്നീട് വരുന്ന ചതിക്കുഴികൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്താണ്. പലപ്പോഴും പറയാറുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അതല്ലെങ്കിൽ ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇത്തരം ഡിജിറ്റൽ ഇടപാടുകളാണ് എന്ന് ഏതൊരു മനുഷ്യനും അറിയാത്ത കാര്യമല്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന അതിന് പ്രധാനപ്പെട്ട കാരണമാവുന്ന ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡൈവേഴ്സിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കുമാണ്, പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഒരു സമൂഹവും ഒരു തലമുറയും നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മുടെ ഭരണാധികാരികളും നമ്മളെ ജനപ്രതിനിധികളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കാണ് ഇത്തരം കാര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന പലയിടങ്ങളിലും പലപ്പോഴും ഇത്തരം കോളേജ് കുട്ടികളുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമ്പർ ഇത്തരം ആളുകളിലേക്ക് കൈമാറാനുള്ള വലിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥ സത്യമാണ്. ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം നീചന്മാരായ ആളുകളെ. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടാണെങ്കിലും ഇത്തരം ആളുകളെ എല്ലാം നമ്മൾ ഇതുപോലെ ഒരുപോലെ മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റില്ല. ഇവരിൽ വരുന്ന കുറച്ച് നീചന്മാരായിട്ടുള്ള വിഭാഗത്തെ ആണ് ഇത്തരം സൈക്കോളജിക്കലായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എപ്പോഴും അത്തരത്തിൽ നരമ്പന്മാരായിട്ട് ചിന്തിക്കുന്ന പല മനുഷ്യരുമാണ് പലപ്പോഴും ഇത്തരം കുടുംബങ്ങൾ ശിഥിലമാകാനുള്ള കാരണം. പലപ്പോഴും സ്ത്രീകളിൽ ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ ഇത്തരം മനുഷ്യർ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവരൊന്നും ആദിമ സമയത്തിൽ ഇത് ഒരു കുടുംബം തകരുമെന്നോ അല്ലെങ്കിൽ ഇതൊരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു കുടുംബവും മായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെയോ ജീവിതം തന്നെ തകർക്കുമോ എന്ന് ആരും ചിന്തിക്കാറില്ല. എല്ലാവരും ഇതിൽ പെട്ടുപോയതിന് ശേഷം പിന്നീട് ഇത്തരം സാഹചര്യങ്ങളിലൂടെ
വഴിവിട്ട ജീവിതവും ലഹരിക്കടത്തും ഇതിലൊക്കെ പെട്ടുപോയതിന് ശേഷം മാത്രമാണ് പിന്നീട് സമൂഹം ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയിട്ടും സമൂഹം ഇത്തരം മനുഷ്യന്മാരെ കണ്ടതായിട്ട് ഇതിനെതിരെ നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ നീങ്ങുമ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്. ഒരു യാത്രക്കിടയിലോ അല്ലെങ്കിൽ കുറച്ച് സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോ ഒരു കടയിലോ ഇത്തരം ബസ് ട്രാൻസ്പോർട്ടുകളിലോ പണമില്ലാത്ത സമയത്ത് നമ്പർ കൈമാറേണ്ട വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേ ഗൂഗിൾ പേയോ ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങൾ വർക്ക് ചെയ്യാത്ത സമയത്ത് പേഴ്സണൽ നമ്പറുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുകയോ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പിന്നീട് ഇവർ തമ്മിലുണ്ടാകുന്ന ബന്ധമാണ് പിന്നീട് ഒരു പക്ഷേ പല കുടുംബങ്ങളെയും തകർക്കുന്നത് എന്നുള്ളതിൻ്റെ ആദ്യപടി എന്ന് നാം സമൂഹം മനസ്സിലാക്കണം. ഇത്തരം ഡിജിറ്റൽ ഇടപാടുകളിലൂടെയാണ് ഈ നീചന്മാരായ മനുഷ്യരുടെ കൈകളിലും ഇത്തരം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നമ്പറുകൾ എത്തിപ്പെടുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അന്ന് നിങ്ങൾ പണം അയച്ചതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നും അല്ലെങ്കിൽ എന്താണ് വിശേഷം, ഇപ്പോൾ കടയിൽ വരാറില്ലല്ലോ, അതല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ബസ്സിൽ കാണാറില്ലല്ലോ, ഇത്തരത്തിലൊക്കെയാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം തുടരുന്നത്. പക്ഷേ പലപ്പോഴും ഇത് ഒരു പക്ഷേ ഗൾഫുകാരൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമേയും ഭാര്യയായിരിക്കാം. ഇത്തരത്തിൽ പക്ഷേ ഇവിടെയൊന്നും ഒരു പക്ഷേ ഈ തെറ്റിലേക്ക് പോകുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതേക്കുറിച്ച് ഇതിൻ്റെ ആഘാതത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബവുമായിട്ടും മക്കളായിട്ടും കഴിയുന്ന ഒരു ജീവിതം ഒരു സമൂഹം തകരുന്നതിനെക്കുറിച്ചോ ഇവർ ആദ്യ സമയത്തിൽ ചിന്തിക്കാറേയില്ല. പിന്നീട് അത് ആ ഒരു മെസ്സേജ് SMS ആയിട്ടും പിന്നീട് വാട്സപ്പിലായിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും ഇത്തരം ഈ ബന്ധങ്ങൾ പിന്നീട് തുടർന്നു കൊണ്ടേയിരിക്കും. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ സഹായം അന്വേഷിച്ചുകൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും പിന്നീട് ബന്ധപ്പെടാറ്. പലപ്പോഴും ഏതൊരു അവിഹിതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ഇത്തരത്തിൽ അനാചാരവും അനാശാസ്യവുമായ പ്രവർത്തനത്തിൻ്റെയൊക്കെ പിറകിലെ സാമ്പത്തിക ഇടപാടുകൾ ഇതിൻ്റെയൊക്കെ പിറകിലെ ഏറ്റവും വലിയ ഒരു കണ്ണി തന്നെയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പല മനുഷ്യരോടും ചില സ്ത്രീകൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോഴോ ആ സഹായം ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് പലരും ചില മനുഷ്യർ സ്വീകരിക്കാതെ ആ സഹായം ചെയ്തു കൊടുക്കുകയും ആ സഹായത്തിൻ്റെ പിറകിൽ പിന്നീട് ഇവർ ഒരു ട്രാപ്പിലകപ്പെടുകയുമാണ് പല സ്ത്രീകൾക്കും സംഭവിക്കുന്നത്. ഇതേപോലെ പുരുഷന്മാരിലും സംഭവിക്കുന്നത്. ഇത്തരം നിരപരാധികളായ സ്ത്രീകളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് കുട്ടികളെയൊക്കെ വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ബസ് ട്രാൻസ്പോർട്ടിലുള്ള ജീവനക്കാരും അതുപോലെ ഓട്ടോറിക്ഷയിലെ ജീവനക്കാരും ഒക്കെ ചില ഒരു വിഭാഗമുണ്ട്. അവർ ഏറ്റവും നീചന്മാരും അവർക്ക് വരുന്ന ഒരു വലിയ താക്കീതും ആയിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതൊരു കുടുംബവും തകർക്കാൻ അതിൽ കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും, കാരണം അതിൽ അവർ കാണുന്നത് അവർ ആ സമയത്ത് ഇതിൽ വലിയൊരു എൻജോയ്മെൻറ്റ് പ്രതീക്ഷിക്കും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. പക്ഷേ കുടുംബം തകരുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു വലിയ അപകടത്തിലേക്ക് സംഭവിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയെങ്കിലും അത് തട്ടി നീക്കാനും ഒരു പക്ഷേ പുരുഷന് കഴിഞ്ഞിരിക്കാം. പക്ഷേ ഒരു സ്ത്രീയുടെ കുടുംബം തകരുമ്പോഴേ അതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ സ്ത്രീയെ മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും അതെല്ലാം നാം തിരിച്ചറിയുകയും ചെയ്യും. ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ തിരിച്ചറിവില്ലാത്ത ഇത്തരം സമൂഹവും നീചന്മാരായ ഇത്തരം മനുഷ്യരുമാണ് പല കുടുംബങ്ങളും തകർക്കുന്നത്. നമ്മൾ പിന്നീട് ഇത്തരം കുടുംബങ്ങൾ തകർത്തതിന് ശേഷം അതിൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നത് പലപ്പോഴും ആ കുടുംബം മാത്രമായിരിക്കും. പലപ്പോഴും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരിക്കലും ഇതിൻ്റെ ആഘാതത്തെക്കുറിച്ച് ആദിമഘട്ടത്തിൽ ചിന്തിക്കാറേ ഇല്ല. ചിലർ പിന്നീട് ഒരു നാർസിസ്റ്റ് മൈൻഡോടുകൂടി അല്ലെങ്കിൽ അവനില്ലാതെ അല്ലെങ്കിൽ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പോലും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ത്യാഗം വരിക്കേണ്ടവൾ പലപ്പോഴും സ്വന്തം ഭർത്താവിനെ പോലും കാമുകന് വേണ്ടി കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, മക്കളെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം എന്തുകൊണ്ടാണ് ഒരു കാമുകന്മാരായിട്ട് ഇത്തരം സമൂഹത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ പഴയ കാലഘട്ടത്തിൽ നിന്നും ഇന്ന്
വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നാം നമ്മുടെ സ്വന്തം ശരീരത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ജീവിക്കുന്നത് ഏതൊരു ലോകത്താണ് എന്നും ഞാൻ എവിടെയും ഏതൊരു മനുഷ്യനെയും എങ്ങനെ നിർത്തണം എന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. പലപ്പോഴും ഇത്തരം ബൗണ്ടറി സെറ്റ് ചെയ്യാത്ത സ്ത്രീകളാണ് അല്ലെങ്കിൽ പുരുഷന്മാരാണ് ഇത്തരം മോശമായ സാഹചര്യത്തിലേക്കും വ്യഭിചാരത്തിലേക്കും അവിഹിതത്തിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് നാം നമ്മെ തിരിച്ചറിയാതെ പോകുന്നത്? നാം പലപ്പോഴും മറ്റുള്ളവരെ തിരിച്ചറിയാൻ നാം ബഹുമിടുക്കരായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ വീഴ്ത്താനോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ നാം നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടോ വീഴ്ത്താൻ നമ്മൾ ബഹുസാമർഥ്യരായിരിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് നാം നമ്മെ തിരിച്ചറിയാത്തത്? ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത്തരം കുടുംബ സാഹചര്യങ്ങൾ വളരെയധികം അപകടത്തിലാവുന്ന അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ ശിഥിലമാകുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. താൽക്കാലിക ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഒരാൾ പുകഴ്ത്തുകയോ അത്തരം ആ പുകഴ്ത്തലിൻ്റെ പുറകെയൊന്നും നമ്മൾ ഒരിക്കലും പോവാതിരിക്കുക. കേവലം നമ്മുടെ ജീവിത പങ്കാളിയിൽ അപ്പുറം ഒരാൾക്കും നാം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പേസോ ഒരു സ്ഥാനമോ നൽകാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ്. നിങ്ങൾ നോ പറയേണ്ട സാഹചര്യത്തിൽ നോ തന്നെ പറയണം. നിങ്ങൾക്കറിയാത്തൊരു മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നാം വളരെ സാമർഥ്യത്തോടെ നിങ്ങൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു ആവശ്യമില്ലാത്ത നമ്മൾ പരിചയമില്ലാത്ത ആളാണ് എങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് ബ്ലോക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഉപാധിയാണ്. ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ കാണുന്നതെല്ലാം ഒരിക്കലും അന്ധമായി വിശ്വസിക്കരുത്. ഒരിക്കലും ഡിജിറ്റലി റീൽസിൻ്റെ മുന്നിൽ റിയൽ ലൈഫും എൻ്റർലി വ്യത്യസ്തമാണ്. ഒരിക്കലും ഡിജിറ്റലായി ജീവിക്കുന്ന ഒരു മനുഷ്യനും യഥാർത്ഥ ജീവിതവും ഒരുപാട് വ്യത്യസ്തമുണ്ടാവും. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ഉമ്മയുടെ ഉപ്പയുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പക്ഷേ ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളും മറ്റൊരാളെ നമ്മൾ ആ മിന്നാമിനുങ്ങ് പോലത്തെ ജീവിതവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടാവും. കാരണം അവരുടെ മുന്നിൽ നമ്മളെ ഉപയോഗിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതേസമയം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മളെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ അവരൊക്കെ നമ്മോട് കൂടെ യഥാർത്ഥത്തിലുള്ള ജീവിതമാണ്. ഏതൊരു സത്യവും സാഹചര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറ്. ഇത്തരം ആളുകൾ ഒരു ഭാര്യയായിട്ട് മറ്റൊരു അവിഹിതത്തിലേക്ക് വന്നെത്തുന്നത് പലപ്പോഴും അവൻ്റെ ഭാര്യയുമായി ഞാൻ സ്വന്തം ഭാര്യയുമായിട്ട് തെറ്റിക്കഴിയുകയാണ്. അതേസമയം നിൻ്റെ സാഹചര്യം എന്താണ് എന്ന് ചോദിക്കുകയും ഇതേ സമയം ഈ ഭാര്യ ഒരുപാട് ഭർത്താവിൻ്റെ കുറ്റം ഈ മറ്റൊരു ആൺ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അറിയാത്ത അപരിചിതനോട് പറഞ്ഞു കൊടുക്കും. ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ദോഷം എന്തെന്നറിയോ? നമ്മൾ ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോവുകയും നാം ഒരിക്കലും നമ്മുടെ ഭർത്താവിൻ്റെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ കുറ്റം ഒരിക്കലും നമ്മൾ മറ്റൊരു മനുഷ്യനോടോ അറിയാത്തവരോടോ നാം ഷെയർ ചെയ്യരുത്. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്നവരോട് മാത്രമേ നമ്മുടെ സത്യങ്ങൾ തുറന്നു പറയാവൂ. ഒരിക്കലും ഡിജിറ്റലി അല്ലെങ്കിൽ കേവലം കുറച്ച് മാസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ കണ്ട് മനസ്സിലാക്കിയ ഇഷ്ടപ്പെട്ട ഒരാളോട് ഒരിക്കലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തുറന്നു പറയരുത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ തുറന്നു പറയണമെങ്കിൽ ആ മനുഷ്യനോട് ഏറ്റവും ചുരുങ്ങിയത് 3 വർഷത്തെ ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യനോട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തുറന്നു പറയാൻ പാടുള്ളൂ. അത് നമ്മൾ പലപ്പോഴും ഇന്ന് മനസ്സിലാക്കാത്ത അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നതാണ് നമ്മൾ ഇത്തരത്തിൽ അപകടത്തിൽ പോയിപ്പെടുന്നത്. ഇതേക്കുറിച്ച് എനിക്ക് ഇനി പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളോടാണ്. നമ്മുടെ നിയമത്തിനും നമ്മളെ ഭരണ സംവിധാനങ്ങൾക്കുമാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഒരു താവിട്ട് പൂട്ടാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഭരിക്കുന്നവരും നിയമ സംവിധാനങ്ങളും മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദറായിട്ടും ഒരു പക്ഷേ പല രീതിയിലുള്ള നമ്മുടെ രാജ്യത്തിലുള്ള പല സംസ്കാരവും നമ്മുടെ സംസ്കാര പൈതൃകങ്ങളൊക്കെ തകരുന്നുണ്ട്. നിങ്ങൾ ലഹരിക്ക് വേണ്ടി മാത്രമായിട്ട് പോരാടുമ്പോൾ, നിങ്ങൾ മദ്യത്തിനെതിരെ മാത്രം പോരാടുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ് പലരും മദ്യത്തിലേക്കും ലഹരിയിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. കാരണം ഒറ്റയിട്ടുള്ള ജീവിതവും ഒരു മനുഷ്യനെ തിരിച്ചറിയാത്ത ജീവിതവും ഒക്കെ
ഈ സമൂഹത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം നമ്മളെ ഡിജിറ്റൽ ഇടപാടുകളാണ് ഇതിലേക്കൊക്കെ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മളെ ഭരണാധികാരികൾ കണ്ണുവെച്ച് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ഇടപാടുകൾ ഒരു ഓപ്പൺ സംവിധാനമല്ലാതെ മറ്റൊരു സംവിധാനത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൂടാ? പലപ്പോഴും നമ്പർ കൈമാറുമ്പോഴാണ് ഇത്തരം സ്ത്രീകളുടെയും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. പലപ്പോഴും പല വിവാഹ ബന്ധങ്ങൾ പോലും ഇന്നും ഓരോ ദിവസവും വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴുള്ള പുതിയ മന്ത്രിസ്ഥാനത്തിനും നമ്മുടെ കേരളം ഭരിക്കുന്നവർക്കൊക്കെ ഇതേക്കുറിച്ച് ചെയ്യാനുള്ളത് എന്നാണ്? എന്താണ് നിങ്ങൾ ഇതേക്കുറിച്ച് ചെയ്യേണ്ടത്? ഒരു നല്ല പക്വതയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ, പക്വതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ഒരു പുതിയ ഭരണ സംവിധാനവും ഒരു പുതിയ നമ്മുടെ മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക? കാരണം സമൂഹം ശിഥിലമാവുമ്പോൾ ആ സമൂഹത്തെ ഏകോപിപ്പിക്കേണ്ടത് നമ്മളെ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത്, ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ് സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ്. പലപ്പോഴും ഏതാണോ വാഹനം, ആ വാഹനത്തിൻ്റെ നമ്പർ അടിസ്ഥാനത്തിലേക്ക് പണം അയക്കാനും പേഴ്സണൽ പണം അയക്കുന്നതിനെക്കുറിച്ചും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നാണ്. പക്ഷേ അതിനും നമ്പർ കൈമാറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഗവൺമെൻറ്റിനും നിയമ സംവിധാനത്തിനും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റും. സമൂഹത്തെയും നല്ല സംസ്കാരത്തെയും വാർത്തെടുക്കുമ്പോഴേ കേരളം ഏറ്റവും നല്ലതായി മാറുമ്പോഴേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം കുടുംബങ്ങളും സമൂഹവും ഒന്നിച്ച് ജീവിക്കുന്ന ഇത്തരം കുടുംബം ശിഥിലമാകുന്ന സാഹചര്യങ്ങൾക്കെതിരെ ഓരോ ഭരണാധികാരിയും മുന്നോട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മൾ ഈ ബിസിനസ് QR കോഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു സംവിധാനം ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും പേഴ്സണൽ പണം ഒരിക്കലും സ്വീകരിക്കാതെ എപ്പോഴും ഇത് ഇനി കാണുന്നവരും കൂടെ ചെയ്യേണ്ട കാര്യം കൂടിയാണിത്. കാരണം നമ്മളെപ്പോഴും പേഴ്സണലായിട്ട് ഒരിക്കലും പണം അയക്കരുത്. അത് ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് 100% നമ്മൾ ഇന്നത്തെ സാഹചര്യം നമ്മൾ തെളിയിച്ചതാണ്. ജീവനക്കാർക്കും ഇത്തരം പെരുമാറ്റച്ചട്ടങ്ങൾ നൽകുന്ന വളരെ കണിശമായ നിലപാടെടുത്തുകൊണ്ടുള്ള ലൈസൻസിങ് സംവിധാനങ്ങളായിരിക്കണം. പ്രത്യേകിച്ച് ഒരു ബസ് കണ്ടക്ടറിന് ഒരു യഥാർത്ഥത്തിൽ ഇത്തരം ലൈസൻസിങ് സംവിധാനമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത്തരം പെരുമാറ്റച്ചട്ടങ്ങൾ വളരെ കണിശമായിട്ടും ഇതിനെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമ്പോഴേ അതിന് വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹവും അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനും ഒരു ബസ് മുതലാളിയും അത്തരത്തിലുള്ള മനുഷ്യരായിരിക്കണം. അല്ലെങ്കിൽ ഇതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കാനും ഇത്തരം നിയമങ്ങളെയും ഇത്തരം ഭരണ സംവിധാനങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് എനിക്ക് മറ്റൊരു സാഹചര്യം നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ജനപ്രതിനിധികൾ വികസനം എന്ന് പറയുന്നത് വെറും കേവലം റോഡും പാലങ്ങളൊക്കെ വേണം. പക്ഷെ അതിലൊക്കെ ഉപരി ഓരോ മനുഷ്യൻ്റെയും സാമൂഹിക വളർച്ചയും സംസ്കാര വളർച്ചയെയും കുറിച്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകണം. ഇത്തരം സാഹചര്യങ്ങൾക്ക് നമ്മുടെ നിയമസഭയിലും പാർലമെൻറ്റുകളിലും വളരെ ശക്തമായ പുതിയ ബില്ലുകൾ പാസ്സാക്കാം. ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ ഏറ്റവും നല്ല കുടുംബവും നമ്മുടെ ജീവിതവുമൊക്കെ തകരാൻ. പലപ്പോഴും നമ്മൾ ബാറുകളിലും അവിടെയും ഇവിടെയൊക്കെ ഭ്രാന്തന്മാരായിട്ടും അല്ലെങ്കിൽ കള്ള് കുടിച്ചിട്ടും മനുഷ്യർ ശിഥിലമായി നടക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുള്ളൂ. എന്താണ് അവരെ ബാധിച്ച സാഹചര്യങ്ങൾ എന്ന് പലപ്പോഴും പലരും അന്വേഷിക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത്തരം ഡിജിറ്റൽ ഇടപാടുകളും ഇത്തരം സാഹചര്യങ്ങളും സൃഷ്ടിക്കാതിരിക്കാനാണ് നമ്മുടെ സമൂഹവും ഇന്നത്തെ വിദ്യാർത്ഥികളും സമൂഹമൊക്കെ നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെയൊക്കെ നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും നാം ആരാണെന്നും അവരാരാണെന്നും നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം സംസാരിക്കേണ്ടത്. നാം എത്ര ഒളിച്ചു വെച്ചാലും എത്ര വലിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഒരു സമയത്ത് പുറത്തു വരും എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. കാരണം നമ്മൾ ഡിജിറ്റൽ സംവിധാനങ്ങളും എത്ര വലിയ ഡിജിറ്റൽ സംവിധാനങ്ങളായാലും ഇത് ദുരുപയോഗം ചെയ്യുന്നത് പോലെ തന്നെ ഇതിലൂടെ തിരിച്ചെടുക്കാനും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും കഴിയും എന്നുകൂടെ ഇത്തരം ദുരുപയോഗം ചെയ്യുന്ന സമൂഹം മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലതാണ്. ഇത്തരം സാഹചര്യങ്ങൾക്ക് എന്ത് നമ്മളെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയുമെന്നും നമ്മുടെ നിയമത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുമാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.